തുടങ്ങിയ കമ്പനി വീണ്ടും അമ്മയുടെ പെൻഷൻ പൈസ കൊണ്ടാണ് തുടങ്ങിയതാണ് മുഖ്യമന്ത്രി. പിണറായി വിജയനെ അനുകൂലിക്കുന്ന വലിയ രാഷ്ട്രീയ വിഭാഗം ഉണ്ടല്ലോ. പിള്ളേരോ സിന്ധോ അത് വിളിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, അയാളെ എത്ര വലിയ ദൈവമാണോ? എല്ലാവരും അംഗീകരിക്കാം, ഭയഭക്തിയോടുകൂടി ഇങ്ങനെ തൊഴുതുകൊണ്ടെങ്കിൽ അയാൾ വിഡ്ഢിയാണ്, പമ്പര വിഡ്ഢി. ഞാൻ കുടിലിൽ നിന്ന് വന്നതാണ്, അതുകൊണ്ട് ഇനി എവിടെ പോയാലും എനിക്കൊരു പ്രശ്നവുമില്ല. മുഖ്യമന്ത്രിയെ കാര്യം കൂടി കാണിച്ചായിരുന്നു, ഗൺമാന്മാരെ കൊണ്ട് അടിച്ചു നിരപ്പാക്കി. അത് ഗൺമാന്മാരുടെ പണി, അത് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കാനാണ്. സഹിച്ചോണം, പാർട്ടിക്ക് വേണ്ടിയാണ്. അല്ല, നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത സംഭവങ്ങളാണ് ഗവർണറിൽ നിന്നും. എല്ലാവരും വരും കാണിക്കുകയില്ല ചെയ്ത് അയാൾ അയാളുടെ പാട്ടിന് പോകണ്ട, അയാൾക്ക് സെക്യൂരിറ്റി ഏർപ്പാടുള്ളതല്ലേ, അയാൾ അന്നേരം അങ്ങ് ഇറങ്ങുക. അപ്പം ഒരു ഗുണ്ടയുടെ സ്വഭാവം അങ്ങനെയുണ്ട്. പഠിച്ചു പറയുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ടോ മാധ്യമങ്ങളിലാണ്? അയാളുടെ കാര്യങ്ങൾ പറയും, പിന്നെ അയാൾക്ക് അയാളുടെ രാഷ്ട്രീയ താല്പര്യമുണ്ട്. വേറെ സർക്കാരിന്റെ ഭൂമിയുണ്ട്, അതും കൂടെ ആ കൂടെ കൂട്ടി വെക്കുന്നൊന്നും ശരിയല്ലല്ലോ. അതിന് ഏത് നാറിയായി കൂടെ. ആനച്ചാലിലെ ഭൂമി എല്ലാം കൈയേറുമ്പോഴും ഞാൻ രാഷ്ട്രീയ നേതാവാണ്, എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വരെ ഇരിക്കുന്ന നിയമസഭയിലാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, സ്ഥിരം ശത്രുവും സ്ഥിരം മിത്രവും ഇല്ല. പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നീ എന്നെ ഉപദേശിച്ചാൽ ഞാൻ എന്നെ കിട്ട് തല്ലും, ഉറപ്പാണ്. ഏറ്റവും പ്രണയം ആരോടാണ്? ആ പെണ്ണും മനസ്സിലൊക്കെ സൂക്ഷിച്ചു പറഞ്ഞില്ല. അല്ല, അവർക്കറിയാമായിരുന്നു എനിക്ക് ഇഷ്ടമാണെന്ന്. എനിക്ക് കല്യാണം ആലോചിച്ചപ്പോൾ അച്ഛനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന്. അവർക്ക് എന്നെ ഇഷ്ടമായിരുന്നു, അതൊക്കെയായിരുന്നു. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. നമസ്കാരം. ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് ഇടുക്കിയുടെ കർത്തമുത്ത് എന്ന് എനിക്ക് പറയാൻ അവകാശമുണ്ട്. ഞാൻ ഇടുക്കിക്കാരനാണ്. എനിക്ക് ദീർഘകാല ബന്ധമുള്ള നമ്മുടെ മണിയാശാന്റെ അടുത്താണ്. മണിയാശൻ, നമസ്കാരം. നമസ്കാരം. ഒത്തിരിയായി നമ്മൾ കണ്ടിട്ട്. അത് ശരിയാ, അത് ശരിയാ. എന്തുണ്ട് വിശേഷമൊക്കെ? എന്നാ വിശേഷം? നിയമസഭ ഒക്കെ എങ്ങനെ പോകുന്നു? നിയമസഭ ബില്ല് നിയമം ഇങ്ങനെയൊക്കെ പോകുന്നു അല്ലേ? ഈ ഇടയ്ക്ക് മണിയാശാനെ തേടി വരാനുള്ള കാരണമുണ്ട്. ഇടയ്ക്ക് കുറച്ച് ദിവസമായിട്ട് മണിയാശാൻ ഭയങ്കര വൈറലായിട്ടിരിക്കുക കുറെ കാര്യങ്ങളുമായിട്ട്. ഒന്ന് വൈറലായിട്ട്, എനിക്ക് മണിയാശാൻ 5 പെൺമക്കളുള്ള ഒരച്ഛനാണ്, അതെനിക്കറിയാം. അല്ലെ, പെൺമക്കളെ ഇഷ്ടപ്പെടുന്ന, സ്ത്രീകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പിന്നെ എനിക്കറിയാവുന്നതാണ്. സ്ത്രീകളില്ലെങ്കിൽ നമ്മളുണ്ടോ? അതെ അതെ. അമ്മമാര് പ്രസവിക്കുന്നില്ല നമ്മളെ. അതെ അതെ. പുരുഷന്മാര് ജനനത്തിന് ഇത് കാരണക്കാരാകുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. പിന്നെ ഗർഭധാരണം നടത്തി 10 മാസം ചുമന്ന് പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നല്ല അമ്മമാരല്ലേ, സ്ത്രീകളല്ലേ. അപ്പം അവരെ സമൂഹത്തിന്റെ ഭാഗം അവരെ ഒഴിവാക്കാനൊന്നും ഒരു കാരണവശാലും ആർക്കും കഴിയില്ലല്ലോ. നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ സഹോദരങ്ങളായി, സഹോദരിമാരായി, പിന്നെ വിവാഹം കഴിച്ചു, ഭാര്യയായി, കുട്ടികളായി, ഇങ്ങനെയൊക്കെയല്ലേ കുടുംബം മുന്നോട്ട് പോകുന്നത്. അതെ. അപ്പോൾ സ്ത്രീകൾ എന്തുകൊണ്ടും നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത അമ്മ എന്ന് പറയുന്ന ഒഴിവാക്കാൻ കഴിയുമോ? ഒരിക്കലും പറ്റില്ല. അത് പിന്നെ എന്താണ് മണിയാശൻ സ്ത്രീ വിരുദ്ധനാണ്, സ്ത്രീ വിരോധിയാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? ആ ഓട്ടോ പറയുന്നത് എന്നെ അറിയാൻ മേലാത്തൊരു വിഡിത്തം പറയുന്നത്. അല്ല, കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിലായിരുന്നു അതൊക്കെ ഉണ്ടായത്. അപ്പൊ തിരിച്ചു ചോദിച്ചു, നിങ്ങളൊരു സ്ത്രീയാന്ന് പറയാൻ തോന്നില്ലാന്ന് ഒരു ചർച്ചയില്. അത് ചില ആളുകളുണ്ട്, എന്നോട്ടാ ഞാൻ സ്ത്രീ വിരുദ്ധനാണെന്നുണ്ടോ? എന്നെ അമ്മ പ്രസവിച്ചതല്ലേ, അമ്മ പാലൂട്ടിയതല്ലേ, അതെ, അമ്മ വളർത്തിയതല്ലേ, അതെ. എനിക്ക് ഭാര്യയില്ലേ, മക്കളില്ലേ, അതെ, അതും 5 പെൺപിള്ളേരേ ഉള്ളു എനിക്ക്. ഞാൻ എങ്ങനെയാ സ്ത്രീവിരുദ്ധനാകുന്നത്? സ്ത്രീവിരുദ്ധനൊന്നുമല്ല, ചില കാര്യങ്ങൾ നമ്മൾ പറയും, തുറന്നു പറയും, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെ സ്ത്രീവിരുദ്ധനാകുന്ന എങ്ങനെ? സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതത്തിൽ അതിപ്രധാനമല്ലേ? ജന്മം നൽകുന്നത് അവരല്ലേ. പുരുഷനുള്ള പങ്കെന്ന് പറഞ്ഞാൽ ജന്മം നൽകാൻ കാരണഭൂതനാകുന്നു എന്നുള്ളതേ ഉള്ളൂ. 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നത്, ത്യാഗം സഹിക്കുന്നില്ല അമ്മമാരാണ്, സ്ത്രീയാണ്, സ്ത്രീ സമൂഹമാണ്, ഇല്ലേ? ആ സ്ത്രീയെ ഒഴിവാക്കിക്കൊണ്ട് ഏത് സമൂഹം എങ്ങനെ പോകും? അവരെ ബഹുമാനിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ചില വാക്കുകൾ മണിയാശാൻ പറയുമ്പോഴും അത് വിവാദത്തിലേക്ക് പോകുന്നു. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. വളച്ചൊടിക്കുന്നതാണോ? ഞാൻ വലിയ പണ്ഡിതനൊന്നും അല്ലല്ലോ, ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരൻ. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഭാഷ, നമ്മുടേതായ ശൈലി മാറ്റില്ല. ശൈലി അത് മാറുന്നില്ല. അത് മാറിയാൽ
മണിയാശാൻ അല്ലാതെ ഞാനാകുകയല്ല. ഞാൻ ഇങ്ങനെയൊക്കെ ആയി അല്ലേ വന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും സ്ത്രീവിരുദ്ധനാകത്തില്ല. എന്നെ ഒരമ്മ പ്രസവിച്ചതാണ്. എനിക്ക് സഹോദരിമാരുണ്ട്. എനിക്ക് ആൺകുട്ടികളില്ല, പെൺകുട്ടികളാണുള്ളത്. 5 പെൺമക്കളുടെ പിതാവാണ് ഞാൻ പിന്നെ സ്ത്രീവിരുദ്ധനാകുന്നത് എങ്ങനെ? പറയുന്നത് ഏതോ വിഡ്ഢികളുടെ ലോകത്താണോ പറയുന്നത്? ഇത് അങ്ങനെ ഒരു വിഷയമില്ല, അങ്ങനെ ഒരു വിഷയമില്ല. സ്ത്രീവിരുദ്ധനല്ല, പുരുഷവിരുദ്ധനുമല്ല, രണ്ടുമല്ല. സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ, മനുഷ്യ സമൂഹത്തിൻ്റെ മാനവരാശിയുടെ ഘടകമല്ലേ? സ്ത്രീയും പുരുഷനും ചേർന്നല്ലേ ഈ സമൂഹത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ. ആദിമകാലത്തെ നമുക്കൊന്ന് സങ്കല്പിക്കാം. ആദിമകാലത്ത് സ്ത്രീയും പുരുഷനും ഇണചേർന്നല്ലേ കുട്ടികളുണ്ടായത്. അങ്ങനെ അത് പെരുകി ഒന്നൊന്നല്ലേ നമുക്ക് സങ്കല്പിക്കാൻ വഴിയുള്ളൂ. അപ്പൊ പിന്നെ സ്ത്രീ എങ്ങനെ നിഷിദ്ധമാകും? എങ്ങനെ നമുക്ക് വിരോധിക്കാൻ കഴിയും അവരെ? പുരുഷനെ എങ്ങനെ നമുക്ക് നിഷേധിക്കാൻ കഴിയും? അപ്പോൾ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ അതിപ്രധാനമായ ഘടകമാണ്. സ്ത്രീയും പുരുഷനും ഒന്നായാൽ മാത്രമേ സമൂഹം മുന്നോട്ട് പോവുകയുള്ളൂ, അല്ലാതെ പോവില്ല. സ്ത്രീയും പുരുഷനും, ഞാൻ പറയാം, പുരുഷനില്ലെങ്കിൽ ഈ സന്താനോൽപാദനം നടക്കില്ല. സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷൻ തന്നെ ആയാലും നടക്കില്ല. അപ്പോൾ സ്ത്രീയും പുരുഷനും ചേർന്നാണ് സന്താനോൽപാദനം നടത്തുക. അത് പുരുഷക്കുട്ടികളെയും ആൺകുട്ടികളെയും പെൺകുട്ടികൾക്കും ജന്മം നൽകുന്ന അങ്ങനെയാണ് പാരമ്പര്യമായി തന്നെ സമൂഹം, ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ഘടകത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഏതെങ്കിലും സ്ത്രീ തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് സ്ത്രീ സമൂഹം ആകെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പുരുഷൻ തെറ്റ് ചെയ്തെന്നോട്ട് ആകെ പുരുഷ സമൂഹം തെറ്റാണെന്ന് പറയുന്നതും തെറ്റാണ്. തീർച്ചയായും അങ്ങനൊന്നും എനിക്ക് അതിനോടൊന്നും യോജിപ്പൊന്നുമില്ല. മണിയാശൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നീട് അത് വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? പറഞ്ഞ കാര്യം വേണ്ടായിരുന്നു അങ്ങനൊന്നും തോന്നാറില്ല. ഒരു കാര്യം അങ്ങനെ തോന്നിയിട്ടില്ല. തിരുത്താൻ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? അടുത്ത സുഹൃത്തുക്കൾ ലാശാൻ പറഞ്ഞത് വേണ്ടായിരുന്നു ലാശാന്, ചുമ്മാ സൗഹൃദത്തിലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞതൊക്കെ അന്നേരം പറഞ്ഞത് തന്നെയാണ്, തിരുത്തൂല. അത് പിന്നെ പറഞ്ഞ എന്തെങ്കിലും തിരുത്തണം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാ. പിന്നെ അതിന് മാത്രം അബദ്ധം പറ്റിയെന്ന് എനിക്ക് തോന്നണം. അങ്ങനെ അബദ്ധം പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ മണിയാശ? അബദ്ധം പറ്റിയതെന്നോ പറയാനൊന്നും അങ്ങനൊന്നും ഇല്ലാന്നോ അങ്ങനെ പറഞ്ഞ് തിരുത്തിയിട്ടില്ലല്ലോ. എൻ്റെ പേര് കേസ്, പൊക്കാറ്, അറസ്റ്റ് ഇതെല്ലാം ഉണ്ടായാലും ഞാനൊന്നും പറഞ്ഞു തിരുത്തിയിട്ടൊന്നുമില്ല. അതൊരു പ്രസംഗം ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഉറച്ചു നോക്കിയിട്ടുണ്ട്. മാറിയിട്ടില്ല. ഇല്ല, അതിന്റെ കാര്യമില്ല. ഈ മണിയാശനെ തിരുത്താൻ ശ്രമിക്കുന്നവരോട് എന്താ പറയാറുള്ളത്? എന്നെ തിരുത്താൻ ശ്രമിക്കുന്നവർ അവർ പറയും, അവരുടേതായ അഭിപ്രായം പറയും. അപ്പം ഞാൻ നമ്മുടേതായ വീക്ഷണങ്ങളും പറയും, തുറന്നു പറഞ്ഞു കൊടുക്കും. പിന്നെ അവരെ തിരുത്തണമെന്നൊന്നും എനിക്ക് ബന്ധമൊന്നുമില്ല. അവർ തിരുത്താൻ ഞാനാരാ? അവർ തിരുത്തണം. ഓരോരുത്തരും സമൂഹത്തെ പറ്റിയും സാമൂഹ്യ ജീവിതത്തെ പറ്റിയും സഹജീവികളെ പറ്റിയും അവരവരുടേതായ വീക്ഷണവും കാഴ്ചപ്പാടും ഉണ്ട്. തീർച്ചയാണ്. അത് അവർ വെച്ച് പുലർത്തുകയും പ്രകടിപ്പിക്കേണ്ട ഘട്ടം വരുമ്പോൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? അതിനകത്ത് ചിലപ്പം ഗുണവും കാണും, ചില ദോഷങ്ങളും കാണും. ഗുണദോഷ സമ്മിശ്രമാണല്ലോ എല്ലാം. അതെ. ഗുണവും ദോഷവും ഇല്ലാതെ ശരി മാത്രമായി ഒന്നുണ്ടോ? ഇല്ല. ദോഷം മാത്രമായി ഉള്ളതൊന്നുമില്ല. അപ്പം ഗുണവും ദോഷവും എന്ന് പറയുന്നത് സമ്മിശ്രം തന്നെയാണ്. പിന്നെ പരമാവധി നമ്മൾ ദോഷം വരാതെ നോക്കി പ്രവർത്തിക്കുക, പ്രതികരിക്കുക, പോവുക. അതാണ് ശരിയായ വഴി. അതാണ് ആ യാത്രയിലൂടെയാണ് ഇപ്പൊ മണിയാശൻ. മാത്രമേ ഉള്ളൂ. അല്ല, നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത സംഭവങ്ങളാണ് ഗവർണറിൽ നിന്നുണ്ടായിരിക്കുക. ഒന്നാം നയപ്രഖ്യാപന പ്രസംഗത്ത് 1.5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മൾ കേട്ടുകേൾവി നമ്മുടെ ചരിത്രത്തിൽ എൻ്റെ ഒന്നും ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തെരുവിലിറങ്ങുന്നു, പരസ്യമായിട്ട് തെരുവിലിറങ്ങുന്നു. കഴിഞ്ഞ ദിവസത്തെ കൊല്ലത്തൊക്കെ അയാളൊരു വൃത്തികെട്ട സാധനമാണെന്നുള്ളതിന് ഇതിനപ്പുറം എന്താ തെളിവ്? ഞാൻ പറയാം, പിള്ളേർ വരങ്ങോട്ട് കാണിക്കുകയില്ല ചെയ്ത് അയാളുടെ പാട്ടിന് പോകണ്ട, അയാൾക്ക് സെക്യൂരിറ്റി ഏർപ്പാടുള്ളതല്ലേ, അയാൾ അന്നേരം അങ്ങ് ഇറങ്ങുക. അപ്പം ഒരു ഗുണ്ടയുടെ സ്വഭാവം അന്നേരത്തെ തനി ഗുണ്ട രാജഭവനിൽ വഴിച്ചിരിക്കുക. ആരാ? BJP-ക്കാർ. അല്ല പിന്നെ എന്നാ പിള്ളേർ എന്തായാലും കോലം കാണിക്കുന്നെന്നും പറഞ്ഞ് അവരത് ഇങ്ങനെ മൈൻഡ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. പുള്ളിക്ക് സെക്യൂരിറ്റിയും സംരക്ഷണവും എല്ലാം ഉണ്ടല്ലോ.
അതിനനുസരിച്ച് പുള്ളി പോകേണ്ട കാര്യമുള്ളൂ. പിള്ളേരോ സിന്ധോ അത് വിളിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, അയാളെ ഇത്ര വലിയ ദൈവമാണോ എല്ലാവരും അംഗീകരിക്കാം ഭയഭക്തിയോടുകൂടി ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുക? അയാൾ വിഡ്ഢിയാണ്, പമ്പര വിഡ്ഢി. അതുകൊണ്ട് പിള്ളേർ പ്രതിഷേധിച്ചെന്നിരിക്കുക, അവർ പ്രതിഷേധിച്ച് പോകേണ്ടതുണ്ട്. പുള്ളിക്ക് സെക്യൂരിറ്റി ഏർപ്പാടുള്ളൂ, പുള്ളിക്ക് പോകേണ്ട കാര്യമില്ലേ ഉള്ളൂ. ഞാൻ പറയാം, ഞാൻ മന്ത്രിയായിരുന്നു, ആരെങ്കിലും എന്നെ കരിങ്കൊടി കാണിച്ചെന്നോട് ഞാൻ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ വഴിക്ക് പോകും. ഇത് ഇവര് മുദ്രാവാക്യം വിളിച്ചേക്കണ എത്രയോ മീറ്റർ ഇപ്പറയാണ് പുള്ളി ഇറങ്ങിയത്. വിഷ്വൽ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണുകയും ചെയ്യാമായിരുന്നു. പിന്നെ അത് അയാളൊരു ഒരു എന്താ പുള്ളിയെ പറ്റി പറയേണ്ടത് എനിക്കറിയില്ല. ഒരു നെറികെട്ട മനുഷ്യൻ, ഒരു കാര്യമില്ല. അത് കേരളം പോലെ സംസ്ഥാനം, ഇന്ത്യയിൽ ഏത് സംസ്ഥാനങ്ങളെ കഴിഞ്ഞും വ്യത്യസ്തമാണ്. ഇവിടെ വ്യത്യസ്തമാണ്. അതിവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഈ നില രൂപപ്പെടുത്തുന്നതിൽ പങ്കുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്, കോൺഗ്രസിനും ചില പങ്കുണ്ടല്ലോ. അല്ലാതെ എങ്ങനെ? അതെ, അവരുടെ ഭരണത്തിന് നേതൃത്വം കൊടുത്തില്ലേ? ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ബാക്കിയുടാനന്ദ സ്വാമികളും എത്രയോ മഹാരഥന്മാർ, വിവിധ ജാതി മതത്തിൽപ്പെട്ടവർ, മുസ്ലിം പണ്ഡിതന്മാര്, ക്രിസ്ത്യൻ പണ്ഡിതന്മാർ, എത്രയോ പേര്. അങ്ങനെയല്ല ഈ കേരളം ഇന്നത്തെ കേരളമായി രൂപപ്പെട്ടത്. അവിടെ എല്ലാം സംഭാവനയില്ലേ? തീർച്ചയായും. ഈ കേരളത്തിൽ വന്ന് ഈ കോലം കത്തിക്കണ്ട ഒരു കാര്യവും അങ്ങേർക്കില്ല. പിള്ളേർ വല്ല പ്രതിഷേധം ഘടിപ്പിച്ച പുള്ളിയുടെ വഴിക്ക് പോകേണ്ടതെന്ന് പോയത് അന്നേരം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അയാളൊരു 4ാം കല ചരക്കാണ്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചായിരുന്നു. അന്നേരം മുഖ്യമന്ത്രി ഇറങ്ങുക. മുഖ്യമന്ത്രി ഇറങ്ങിയില്ല, DYFI പ്രവർത്തകർ വെച്ച് അങ്ങ് തല്ലിച്ചു. അത് പള്ളിയാണോ? അത് അവര് സ്വയം തല്ലുവന്ന് ഗൺമാന്മാർ കൊണ്ട് അടിച്ചു നിരപ്പാക്കി. അത് ചെയ്യും. അതുകൊണ്ട് അതല്ലെന്ന് കേരളത്തിൽ ഇപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയാൽ, ആരെങ്കിലും കോൺഗ്രസ്സുകാരോ BJPക്കാരോ കരിങ്കൊടി കാണിക്കാൻ പോയാൽ, പിണറായി വിജയനെ അനുകൂലിക്കുന്ന വലിയ രാഷ്ട്രീയ വിഭാഗം ഉണ്ടല്ലോ. സ്വയം അവര് സംഘടിക്കുമല്ലോ, സ്വയം ശക്തിപ്പെടും, സ്വയം വരും. എന്നാ പിന്നെ അതൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് അവര് പ്രതിഷേധിക്കും. അത് സ്വാഭാവികമെന്ന്. ഹെൽമെറ്റ് വെച്ചടിക്കും, ചെടിച്ചട്ടി വെച്ചടിക്കും. അതൊക്കെ ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കും, നടക്കും. പിന്നെ അതുകൊണ്ട് എന്നോടത്ത് അവർ പ്രതിഷേധിക്കരുതെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞില്ല. അവർ പ്രതിഷേധിച്ചെന്നോടത്ത് ഏത് കാര്യം ചെയ്യുമ്പോഴും എതിർ പ്രതികരണം വരുമല്ലോ, ഉണ്ടാവും. അല്ലാതെ വൺ വേ ആയിട്ട് വല്ലതും നടക്കില്ല. അങ്ങനെ കണ്ടാൽ മതി. അത് പിന്നല്ലാതെ വേറെ രീതിക്ക് കാണണ്ട. എന്ത് അവരിപ്പോ മുഖ്യമന്ത്രിയെ പ്രതിഷേധിക്കുന്നു, അദ്ദേഹം കരിങ്കൊടി കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ആള് കൂടിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാരും CPMകാരും പ്രത്യേകിച്ച് അവരറിഞ്ഞാൽ അവർ കൂടും. ചിലപ്പോൾ അടിച്ചെന്നിരിക്കും, അടിയോ അല്ലെ അവര് ഇതിനെ പ്രതിഷേധിച്ച് പ്രകടനം നടത്തും, പ്രതിഷേധിക്കും. മനസ്സിലായില്ലേ? ഏറ്റുമുട്ടലൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ, അങ്ങനൊന്നുമില്ല. ഏറ്റുമുട്ടലുണ്ടായിട്ടില്ല. ഗൺമാനൊക്കെ എന്തുമാതിരി അടിയാ അടിച്ച ആലപ്പുഴയിൽ. അത് ഗൺമാന്മാരുടെ പണി അതല്ലേ? ഏത്? പിന്നെ കരിങ്കൊടി കാണിക്കാൻ അടിക്കാനായി കരിങ്കൊടി കാണിക്കുകയും. അവരുടെ ജോലി എന്താ? മുഖ്യമന്ത്രിക്ക് സംരക്ഷണം നൽകുക, അതിന് വിഘാതമായി വരുന്നതിനെ തടയുക എന്നുള്ളത് അവരുടെ ജോലിയല്ലേ? ചാടി കയറി അടിക്കാം. പിന്നെ ചാടി കയറിയോ അല്ലാതെയോ പതുക്കെയോ നിന്നടിക്കാം. അത് ഒരു കടന്ന കയ്യായി പോണേ. അതൊന്നുമില്ല. അത് അവര് ഞാൻ പറയാമെന്ന്. മുഖ്യമന്ത്രി ഇപ്പൊ കരുണാകരൻ വരുമ്പോഴാണേലും, ആന്റണി ആയിരുന്നപ്പോഴാണേലും, ഉമ്മൻചാണ്ടി വരുന്നപ്പോഴാണേലും, ഇപ്പൊ പിണറായി വിജയനോ നായനാരോ വരുമ്പോഴാണേലും ആവശ്യമില്ലാത്ത ആളുകൾ, ചെറുപ്പക്കാർ ചിലപ്പോൾ പല പ്രശ്നങ്ങളും വരും. കരിങ്കൊടി കാണിച്ചെന്ന് പറഞ്ഞെന്നാൽ ഒന്നെങ്കിൽ പോലീസ് ഇടപെടും, സംഘർഷം ഉണ്ടാകും. അല്ലെ ഇടതുപക്ഷ ജനാധിപത്യം ഈ പറയുന്ന ആളുകളുടെ പാർട്ടിയെ ഒരു പ്രസ്ഥാനമുണ്ട്, ആ ജനങ്ങൾ ആളുകൾ അണിനിരക്കും. അത് സ്വാഭാവികമാണ്. പാർട്ടികൾ തമ്മിൽ അടി ഉണ്ടാകും ചിലപ്പം. ഈ ഉമ്മൻചാണ്ടിയുടെ ഇത് കരിങ്കൊടി കാണിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കും, ഇതൊക്കെ സ്വാഭാവികം. പക്ഷെ ഗൺമാൻ ഇറങ്ങി ഇങ്ങനെ അടിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഗൺമാന്റെ പണി അതന്നെ, അടിച്ചോളൂ. പിന്നെ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കാനാ, മന്ത്രിമാർക്ക് ഗൺമാൻ സംരക്ഷണം കൊടുക്കും. പിന്നെ കേസെടുത്ത് സംരക്ഷണം കേസെടുത്തല്ലോ അവർക്കെതിരെ. അത് എടുക്കുമല്ലോ, അതൊക്കെ എടുക്കുന്നു. ഇതുവരെ ഹാജരായിട്ടില്ല. ഇതൊക്കെ പുതിയ ഏർപ്പാടുമല്ലോ, ഇതുവരെ ഹാജരായിട്ടില്ല. ഈ കേരളത്തിൽ മുഴുവൻ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന പണിയല്ലേ ഇതെല്ലാം. പണ്ട് മുതൽ കരുണാകരന്റെ കാലം മുതൽ, പട്ടന്താണു പിള്ളയുടെ കാലം മുതൽ, തിരുക്കൊച്ചിയുടെ കാലം മുതൽ നടക്കുന്ന കാര്യമല്ല. വനപ്പള്ളി ഗോവിന്ദമേനോന്റെ കാലം മുതൽ എന്തെല്ലാം കാര്യം നടക്കുന്നു. ഇതൊരു പുതിയ ഏർപ്പാടൊന്നും അല്ലെന്ന്. മണിയാശാന്റെ ജീവിതത്തില്
ഈ ഗൺമാന്മാരെന്നല്ല ഇതിന് പറയണ്ട, സെക്യൂരിറ്റി പോകുന്ന മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി വിങ്ങില് 20ഓളം ആളുകളുണ്ട്. അവര് വരുന്ന ആ സെക്യൂരിറ്റി വാഹനത്തിൽ ഇറങ്ങി ഇന്ന് വരെ കരിങ്കൊടി കാണിക്കാൻ തല്ലിയത് മണിയാശാന്റെ ഓർമ്മ ഈ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ അത് കാണും, കണ്ടിട്ടുണ്ടോ മണിയാശാൻ? പിന്നെ അത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാര് കാലത്തും അതിലപ്പുറം പോലീസുകാർ വർദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഗൺമാൻ എന്ന് പറഞ്ഞാൽ ഇല്ലെന്നേ, ഒന്നുമില്ല, രണ്ടും ഒന്ന് തന്നെ. പോലീസാ ഗൺമാനും പോലീസാ. പിന്നെ ഗൺമാൻ എന്ന പേര് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ മുഖ്യമന്ത്രി മന്ത്രിമാർക്കും സംരക്ഷണത്തിന് വേണ്ടി. അതുകൊണ്ട് ഗൺമാൻ എന്ന് വിളിക്കുന്നു. ഫലത്തിൽ ഇത് രണ്ടും പോലീസിലുള്ളതാണ്. സമ്മതിച്ചു. അവിടെ പോലീസ് വേറെ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവര് നോക്കും ഗൺമാനും നോക്കും, ഇടപെടും. അത് സ്വാഭാവികമാണ്. ഇത് ഇതിനു മുമ്പ് നടന്നിട്ടില്ലേ? പിന്നെ കരുണാകരന്റെ കാലത്ത് എന്തടിയാ ചോദിച്ചിരിക്കുന്നു. കരുണാകരന്റെ കാലത്ത് പട്ടന്താണോ പിള്ളേരുടെ കാലത്ത്, പിന്നെ പനമ്പള്ളി ഗോവിന്ദ മേനോന്റെ കാലത്ത്, ഇങ്ങോട്ട് പോകുന്ന AJ യോണിന്റെ കാലത്ത്, അങ്ങ് നോക്കിയ PT ചാക്കോയുടെ കാലത്ത്, R ശങ്കറിന്റെ കാലത്ത് ഒക്കെ ഓരോ ഘട്ടത്തിലും ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്നും വലിയ വെരിപ്പിച്ച് കാണേണ്ട കാര്യമില്ല. അതൊക്കെ അപ്പോഴുണ്ടാകുന്ന ചില സംഭവം പോവും. അതവിടെ വെച്ച് കഴിഞ്ഞു എന്നാണ് മണിയാശാൻ അല്ലേ? പിന്നെ അതിനെ കുറിച്ച് ചർച്ച പോലും വേണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ കാര്യം ചർച്ചയൊക്കെ നടക്കുമല്ലോ, അത് നടത്തിക്കോട്ടെ, ചർച്ചകൾ നടന്നോട്ടെ, പിന്നെ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. ഇന്നേ വരെ ഇങ്ങനെയല്ലേ നടന്നിട്ടുള്ളൂ അല്ലെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഭരിച്ചപ്പം കരിങ്കൊടി കാണിക്കുകയോ എന്തെങ്കിലും ചെയ്തെങ്കിൽ അവിടെ ആ കരിങ്കൊടി കാണിച്ചവരെ നേരിടുകയോ അറസ്റ്റ് ചെയ്യുകയോ അടിക്കുകയോ പിടിക്കുകയോ ചെയ്തിട്ടില്ലേ? ഇവിടെ കേരളത്തിൽ ആരൊക്കെ ഭരിച്ചിട്ടുണ്ടോ അന്നൊക്കെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ട്. ഇതെല്ലാം നടന്നിട്ടുണ്ട്. പുതിയ ഏർപ്പാടൊന്നുമല്ലെന്ന്. അത് മുഖ്യമന്ത്രിയും മന്ത്രിമാരെന്ന് പറയുമ്പോൾ അവർക്ക് ഗവർണർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട്. അവരാ ബാധ്യത നിറവേറ്റും. അന്നേരം ചിലർക്ക് തല്ലും പിടുത്തമൊക്കെ കിട്ടും. ഞങ്ങൾ മേടിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ തല്ലും മേടിച്ചിട്ടുണ്ടല്ലോ, എവിടെയെല്ലാം തല്ല് മേടിച്ചിരിക്കുന്നു ഞങ്ങള്. പിന്നെ ഒരു അത്ഭുതം എന്നാ ഇപ്പം ഒരത്ഭുതത്തിൻ്റെ കാര്യമില്ല. ഇത് ഒറ്റ കാര്യമാണ്. അങ്ങനെയാണ് പിന്നെ വലിയ പോകുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും തടയാനും ഒന്നും പോകാതിരിക്കുക എളുപ്പമാണ്. മുഖ്യമന്ത്രിയും ഗവൺമെന്റിനോട് എതിരുണ്ടെങ്കിൽ പ്രക്ഷോഭണോ സമരമോ മറ്റു മാർഗം സ്വീകരിക്കാം. അതിനുള്ള മാർഗങ്ങളാകാം. അപ്പം അങ്ങനെ പോണവരോ വഴിക്ക് പോട്ടെ, സമരം ചെയ്യാൻ ഇറങ്ങാതിരിക്കുക, കരിങ്കൊടി കാണിക്കാതിരിക്കുക, വേറെ എടമി സമരം ചെയ്യാം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമില്ല. കരിങ്കൊടി കാണിക്കേണ്ടവർക്ക് കരിങ്കൊടി കാണിക്കാം. അപ്പൊ ചിലപ്പോ അടി കിട്ടും. അപ്പൊ ചിലപ്പോ പോലീസ് ഇടപെട്ടെന്ന് വരും. പോലീസ് ഇടപെട്ടോണ്ടിരിക്കും. സ്വാഭാവികമാണ്. ഹെൽമെറ്റ് വെച്ച് അടിച്ചുവന്നിരിക്കും, ചെടിച്ചട്ടി വെച്ച് അടിച്ചുവന്നിരിക്കും. ഹെൽമെറ്റ് വെച്ച് അടിച്ചതെന്ന് എനിക്കറിയില്ല. മണിയാശാൻ ഇപ്പൊ എവിടെ അന്ത ചിരിക്കണം? കണ്ടില്ല എന്നുള്ളത് എനിക്ക് ചിരിക്കണം. മണിയാശാൻ ഇതൊക്കെ കണ്ടാണ് ടിവിയില്. എനിക്ക് മണിയാശാൻ ചിരിക്കുമ്പോ എനിക്ക് ചിരി വരുവാ. അല്ലാതിരിക്കണേ പോകാതിരിക്കുക എന്നുള്ളത് വഴിയുള്ളൂ. പോകാതിരിക്കുക. അല്ല, എനിക്ക് മണിയാശാൻ ചിരിച്ചപ്പോഴാണ് ഹെൽമെറ്റ് വെച്ച് അടിച്ചൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അല്ല, ഹെൽമെറ്റ് വെച്ച് അടിച്ചോന്ന് നിങ്ങളിപ്പോ പറഞ്ഞപ്പോഴേ ഞാനല്ല. ഹെൽമെറ്റ് വെച്ച് അടിച്ച പോലീസ് അല്ല, പിന്നെ DYFIക്കാരാ. ആണോ? അത് പറഞ്ഞില്ല. ഇല്ലില്ല, ആരും പറഞ്ഞും കേട്ടില്ല. ഇല്ലില്ല. നിയമസഭയിലൊക്കെ പ്രസംഗിച്ചപ്പോ പോലും പറഞ്ഞപ്പോ മണിയാശാൻ കേട്ടില്ല. ഇല്ലില്ല. അപ്പൊ മുഖ്യമന്ത്രി ഞാൻ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അതെ, മണിയാശാൻ പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രി കാണുകയല്ല. മുഖ്യമന്ത്രി വഴിക്ക് പോകുകയല്ലേ. ഇതിവിടെ പോകുന്ന വഴിക്ക് നടക്കുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഹെൽമെറ്റും പ്രതിഷേധം 1 കിലോമീറ്റർ അകലെ ചെന്ന് കാണും മുഖ്യമന്ത്രിയും. അത് കഴിഞ്ഞിട്ട് അടി നടന്നേക്കണം. മുഖ്യമന്ത്രി കണ്ടില്ല. അത് ചിലപ്പോ വാസ്തവായിരിക്കാം, പക്ഷെ നമ്മൾ ടിവിയിൽ കണ്ടു. അത് ടിവിക്കാരിങ്ങനെ നിൽക്കുന്നുണ്ടാ പിടിക്കാൻ. ഇതുപോലെ നിന്നാലേ കാണാൻ പറ്റുള്ളൂ. അത് നിന്നാലേ അടി കാണാൻ പറ്റുള്ളൂ. അതെ. അതോടൊപ്പം തന്നെ ഏറ്റവും മണിയാശാൻ ഇഷ്ടമല്ല എന്ന് തോന്നിയ ഒരു വ്യക്തി കൊണ്ട് ആരായിരിക്കും? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ സ്ഥിരം ദേഷ്യവും അങ്ങനെയില്ല. ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് വ്യത്യസ്ത അഭിപ്രായം വരും. അങ്ങനെ പ്രസംഗിച്ചപ്പോൾ മണിയാശാൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച ഒരു പ്രാസംഗികൻ ആരായിരിക്കും നിയമസഭയില്? ഞാനോ? മണിയാശാൻ അത് കേട്ടപ്പോ പൊട്ടിത്തെറിച്ചു. അങ്ങനെ പ്രസംഗിച്ച ഒരാൾ ആരായിരിക്കും? അങ്ങനെ പൊട്ടിത്തെറിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനൊന്നുമില്ല. എന്നെ ഇപ്പൊ അങ്ങനെ നോക്കുന്ന ഏറ്റവും ഇഷ്ടക്കേട് തോന്നുന്നത് ഉമ്മൻചാണ്ടിയോടാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരുന്നപ്പോഴല്ലേ എന്നെ അറസ്റ്റ് ചെയ്തു. പിന്നെ പുള്ളിയൊക്കെ കൂടാതെ ഒന്നും എന്നെ അറസ്റ്റ് ചെയ്യുകയല്ലോ. പിന്നെ ഇയാളാണ് തിരുവഞ്ചൂരാണ്. പിന്നെ അയാളൊരു മനുഷ്യത്വം ഇല്ലാത്ത ആളാണ് തിരുവഞ്ചൂര. അയാൾ ഒരു ജാടക്കാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
പക്ഷെ ഞാൻ അന്ന് പോയി ഉമ്മൻചാണ്ടിയെ കണ്ടാൽ ആ കേസ് ഒരു പക്ഷെ ഉമ്മൻചാണ്ടി ഇല്ലാതാക്കിയേക്കൊന്നും എനിക്കറിയാം. പക്ഷെ ഞാൻ പോവുകയെന്നുള്ളത് എൻ്റെ രാഷ്ട്രീയമാണ്. എന്നോട് അങ്ങനെ പറഞ്ഞവരുണ്ട്, എൻ്റെ പാർട്ടിയിലുള്ളവരല്ലേലും മുഖ്യമന്ത്രി എപ്പോഴും കാണുക. അങ്ങനെ കണ്ട ഒരു പക്ഷേ അദ്ദേഹം അതിനകത്ത് ഇടപെട്ടതിനുമെന്ന് എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ പോവുകയല്ല. അത് എൻ്റെ രാഷ്ട്രീയമാണ്, നമ്മുടെ രാഷ്ട്രീയം. പിന്നെ തൂക്കിക്കൊന്നാലും പോവില്ല എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. പിന്നെ അല്ല, അപ്പൊ അങ്ങനെ അത് നിയമപരമായി നോക്കുകയുള്ളൂ. അല്ല, അങ്ങനെ വരുമ്പോ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെ ഉമ്മൻചാണ്ടിക്ക് ഒരു നല്ല മനസ്സും കൂടെ ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കാം. അങ്ങനെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാ പുള്ളിയെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉണ്ട്. പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്തൊക്കെ പുള്ളി അറിയാതാണെന്നൊന്നും ഞാൻ കരുതുന്നുമില്ല. മാത്യു കുഴൽനാടനെ കുറിച്ച് ഇന്നലെ മണിയാശൻ പറഞ്ഞു, ആ പയ്യൻ ഇല്ലേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മണിയാശൻ എന്തോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ആ പയ്യൻ ഇല്ലേന്ന് ചോദിക്കണത് അത് ഭയങ്കര ട്രോളും വൈറലും ആയിട്ടുണ്ട്. അതെന്താണ് പയ്യൻ ഇല്ലേന്ന് ചോദിക്കാൻ കാരണം? എന്തെങ്കിലുമൊക്കെ പുള്ളി പറഞ്ഞോണ്ടിരിക്കുവേ, എന്തെങ്കിലും പുള്ളി എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ടാ പയ്യനില്ലെന്ന്. അല്ല, പഠിച്ചു പറയുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ടോ മാത്യു കുഴൽനാടൻ? അല്ല, പഠിക്കാനുള്ള വിദ്യാഭ്യാസവും ഏർപ്പാടും എല്ലാം ഉണ്ടല്ലോ. കുറെ കാര്യങ്ങൾ പറയും. പിന്നെ അയാളുടെ രാഷ്ട്രീയ താല്പര്യമുണ്ട്. അയാൾ കോൺഗ്രസിന്റെ MLA ആണ്. കോൺഗ്രസിന്റെ നയമാണ് പരിപാടി. അതിനനുസരിച്ച് പുള്ളി പ്രതികരിക്കും. ഈ ചിന്നക്കനാൽ അദ്ദേഹം ഭൂമി കൈകേറിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ പുള്ളിക്ക് ഭൂമി ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അല്ല, മണിയാശാനൊക്കെയാണ്, ഇടുക്കി ജില്ലക്കാരനാണ്. ഭൂമി കൈയേറ്റത്തിനെതിരെ പുള്ളിക്ക് ഭൂമി അവിടെ ഉണ്ടെന്ന് എന്നോട് നമ്മുടെ പാർട്ടി പ്രവർത്തകരും അല്ലാത്തവരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ല, ഞാൻ നേരിട്ട് പോയി ഭൂമി കാണുമോന്നും ചെയ്തിട്ടില്ല. സാധാരണ അങ്ങനെയൊക്കെ പോകുന്നല്ലോ മണിയാശാൻ. പിന്നെ പോയില്ല? ഞാൻ അങ്ങനൊന്നും പോയില്ല. അല്ല, കയ്യേറ്റം എന്ന് പറയുമ്പോൾ കയ്യേറ്റമാണോ ഇല്ലോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. വില കൊടുത്ത് മേടിച്ചതാണോ എങ്ങനെയാണെന്നൊക്കെ പിന്നെ ഉണ്ടോന്ന് തന്നെ നിങ്ങൾ പോയി പരിശോധിക്കണം. എന്നിട്ട് അദ്ദേഹത്തിനോട് അതെങ്ങനെ കിട്ടിയെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. അല്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം നിയമസഭയിലൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. നിയമസഭയിലും പുള്ളി ലൈവ് ഒന്നും പറഞ്ഞു, ഈ ഭൂമി ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയാണ്, ഇതിന്റെ കുറച്ച് ചുറ്റളവ് പുറമ്പോക്ക് ഭൂമിയുണ്ട്, അവിടെ എല്ലാവർക്കും ഉള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും ഉള്ളതല്ല മണിയാശാൻ. അത് കാര്യം അങ്ങനെയാണല്ലോ. അത് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനല്ലേ, MLA ആണ്, പൊതുപ്രവർത്തകൻ, കോൺഗ്രസിന്റെ നേതാവാണ്. അയാൾക്ക് അവിടെ പട്ടയമുള്ള ഭൂമി ഉണ്ടെങ്കിൽ വാങ്ങിച്ചു, അതുണ്ടെങ്കിൽ ആയിക്കോട്ടെ. വേറെ സർക്കാരിന്റെ ഭൂമി ഉണ്ടെങ്കിൽ അതും കൂടെ ആ കൂടെ കൂട്ടി വെക്കുന്നൊന്നും ശരിയല്ലല്ലോ. അതെങ്ങനെ ശരിയാവുന്നു? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. ഞാൻ കഴിഞ്ഞ 19 വർഷത്തിലധികമായി ഒരു 15 വയസ്സ് അതെ ആയപ്പം മുതൽ പൊതു രംഗത്ത് പാർട്ടിയും ഏർപ്പാടും സിന്ദാബാദ് വിളിയായി കൂടിയാണ്. ഇക്കാലം അത്രയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ഒരുപാട് ഭൂമി കയ്യേറ്റവും ആനച്ചാലിലും ചിന്നക്കനാലിലും എല്ലായിടത്തും നടന്നിട്ടുണ്ട്. ഞാൻ അവിടെ ഒന്നും ഭൂമി എടുത്തില്ലല്ലോ. ഇല്ല, പോയി അവിടെ ഭൂമി എടുത്തില്ല, കയ്യേറാൻ പോയില്ല, ഒന്നും പോയില്ല. എന്നെ ക്ഷണിച്ചിട്ടുള്ളവരുണ്ട്, അവരോട് പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ഒന്ന്, എനിക്ക് എൻ്റെ കുടുംബത്ത് കുറച്ച് ഭൂമിയുണ്ട്, കൃഷിഭൂമി, സഹോദരങ്ങൾക്കും എനിക്കും കൂടെ. തന്നെയല്ല, ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നല്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന ബോധത്തിൽ നിന്നാണ് ഞാൻ പോകാത്തത്. അല്ലെ ചിന്നക്കനാലിലോ മൂന്നാറിലോ കുറെ ഭൂമി കിട്ടി എന്നെ കഴിക്കുമോ? ഭയങ്കര വില കിട്ടുന്ന സ്ഥലമല്ലേ അത്. ഞാനങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന ബോധ്യമാണ് എനിക്കുള്ളത്. എനിക്ക് മൂന്നാറിൽ വേണേൽ സ്ഥലം എടുക്കാമായിരുന്നു, ചിന്നക്കനാലിൽ വേണേൽ എന്തേലും സ്ഥലം വേണേലും പിടിക്കാമായിരുന്നു. പക്ഷെ അത് ഞാനങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കാരണം ഞാൻ ദീർഘവർഷമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു. 27 വർഷം ജില്ലാ സെക്രട്ടറിയായി തന്നെ പ്രവർത്തിച്ചു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, മന്ത്രി, ഇപ്പം 2ാം ടേൺ MLA. ഈ നിലയിൽ പ്രവർത്തിക്കുന്ന ഞാൻ ഭൂമി കയ്യേറാൻ പോകുന്നത് ശരിയല്ല എന്നുള്ള വീക്ഷണമാണ് എനിക്കുള്ളത്. എനിക്ക് അങ്ങനെ ഭൂമി എടുക്കുന്നത് ശരിയല്ല എന്ന്. അതുകൊണ്ടാണ് ആനച്ചാലിലെ ഭൂമി എല്ലാം കൈയേറുമ്പോഴും ഞാൻ രാഷ്ട്രീയ നേതാവാണ്. അതെ, എന്നെ ക്ഷണിച്ചിട്ടുണ്ട് കുറച്ച് ഭൂമി എടുക്കാമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. ചിന്നക്കനാലിലും മൂന്നാറിലും വേണ ഭൂമി എടുക്കാമായിരുന്നു. നമ്മളതൊന്നും ചെയ്തില്ല. അത് ശരിയല്ല എന്ന് തോന്നുന്നു. അങ്ങനെ എടുക്കുന്നത് ശരിയല്ല. അങ്ങനെ എടുത്തവരൊക്കെ അനുഭവിക്കുന്നുമുണ്ട്. എനിക്ക് കുറച്ച് വീടുണ്ട്, തറവാട് കുറച്ച് ഭൂമിയുണ്ട്.
അതിൻ്റെ ഒരു വിഹിതമാണെങ്കിലും എനിക്ക് കിട്ടും. അത് ഉണ്ടല്ലോ. പിന്നെ ഞാൻ പിന്നെ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സർക്കാരിൻ്റെ ഭൂമി അങ്ങനെ പോയി കയ്യേറുന്നത് ശരിയല്ല എന്ന ചിന്തയാണ് എനിക്കുള്ളത്. ഞാൻ പോകാത്തത് ആ ചിന്താഗതിയാണ് എല്ലാവർക്കും വേണ്ടത്. അതാണ് വേണ്ടത്. ഈ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമുണ്ട്, 5 മക്കളെ കെട്ടിച്ചു, സമ്പാദ്യമൊക്കെ വേണ്ടേ? അതൊന്നും കാര്യമില്ല. ഇപ്പൊ MLA അല്ലേ, ശമ്പളം കിട്ടുമല്ലോ. ആ ശമ്പളം കൊണ്ട് മതിയോ? പിന്നെ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം പിടിച്ചു നിൽക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇച്ചിരി കൃഷിയും അത് ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ കൃഷിയൊക്കെ നോക്കുന്നുണ്ടോ മണിയാഴ്ച? ഞാൻ പണ്ടൊക്കെ വീട്ടിൽ വരുമ്പോ കപ്പയും ചമ്മന്തിയും ഒക്കെ നമുക്ക് തരുന്നതായിരുന്നു. ഞാൻ നോക്കുന്നില്ലേ, എന്റെ മരുമകനും കൂടെയുണ്ട്, മകളുണ്ട്, മകളും ഭർത്താവും, അവര് നോക്കിക്കോളൂ. ഒരു മന്ത്രിയിൽ നിന്നും പെട്ടെന്ന് MLA മാറും അല്ലെ? MLA ആണ്, മന്ത്രി സ്ഥാനത്ത് നിന്ന് MLA വരും. ഞാൻ ഇപ്പൊ ഇവിടെ തന്നെ വരുമ്പോൾ നമ്മൾ MLA ക്വാർട്ടേഴ്സിലാണ് വരുന്നത്. പക്ഷെ മന്ത്രിയുടെ വീട്ടിൽ വരുമ്പോൾ വേറൊരു പവറാണ്, നമുക്ക് AC ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ മണിയാശൻ സാധാരണ നാട്ടുപുറത്ത് പോലെ ഫാന് വിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അതൊക്കെ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ? എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒന്ന്, ഞാൻ കുടിയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ഇനി എവിടെ പോയാലും എനിക്കൊരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നമില്ല. ഞങ്ങള് കിടങ്ങൂരിന്ന് കുടികയറിയതാണ്. 12ാം വയസ്സിൽ 5ാം ക്ലാസ് പാസ്സായി. 5ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പം ഇങ്ങോട്ട് കുടികയറിയതാണ്. ഇപ്പൊ 78 വയസ്സ് ആയി. അതിനിടയിൽ വേണേ ഭൂമി അങ്ങനെ കയ്യേറാനും എടുക്കാനാണെ വേറെ എടുക്കാമായിരുന്നല്ലോ. ഞാൻ മുതിർന്നിട്ട് തന്നെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, എത്ര പതിറ്റാണ്ട് കഴിഞ്ഞു. 3-4 ചിന്നക്കനാലിലെടുക്കായിരുന്നു, ആനച്ചാലിലെടുക്കായിരുന്നു. ഞാൻ പോയിട്ടില്ല. കാരണം നമുക്കവിടെ അന്ന് കുടുംബസ്വത്തായിട്ടാണെങ്കിലും 5-6 ഏക്കർ ഭൂമിയുണ്ട്. അത് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചതാണ്. ആ ഭൂമിയുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങൾക്കെല്ലാം കൂടി ഉള്ളത് അതാകെ. അതിൻ്റെ ഒരു വീതം കിട്ടിയാലും 10, 50, 60 സെന്റ് സ്ഥലമേ വരുള്ളൂ. അത് മതി. അങ്ങനെ ഭൂമി കയ്യേറാൻ പോകുന്നത് ശരിയല്ല എന്ന ബുദ്ധി വരുന്നു. കിട്ടുന്ന ശമ്പളത്തിന് തൃപ്തനാണ്. പിന്നല്ലാണ്ട് അത് 70,000 രൂപ കിട്ടും. അത് പാർട്ടി ലെവി പിടിക്കും. ബാക്കിയുണ്ടല്ലോ, ഡീസൽ അടിക്കണം. ഡീസലിന് കുറെ കൂപ്പൺ കിട്ടും. അത് എങ്കിലും മണിയാശാന്റെ യാത്രയ്ക്ക്, ഇടുക്കിയുള്ള യാത്രയ്ക്ക് ആ കൂപ്പൺ കൊണ്ട് ഡീസൽ വല്ലതും ആവുന്നുണ്ട്. പിന്നെ പാർട്ടി സഹാക്കൾ അടിച്ചു തരും. സുഹൃത്തുക്കൾ ഒത്തിരി ഉണ്ട്. സുഹൃത്തുക്കളോടൊന്നും മേടിക്കാറില്ല. അല്ല, സുഹൃത്തുക്കൾ ഒത്തിരി ഉണ്ട്. ഉണ്ട്. പാർട്ടി തരും. പിന്നെ ജില്ലാ കമ്മിറ്റി ആണെങ്കിലും നമ്മളെ സഹായിക്കും. താഴെ ചെന്നാലും പരിപാടിക്കൊക്കെ ചെന്നാൽ അവർ ഡീസലൊക്കെ അടിച്ചു തരും. ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്രം. അത് പ്രഖ്യാപിക്കുമല്ലോ അവരങ്ങനെ. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. സർവോപരി CPIM-ന്റെ നേതാവാണ്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രം ഭരിക്കുന്ന BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇവിടെ ഭരിക്കുന്ന ഭരണാധികാരികളെ പ്രചോദനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവർ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്, നേരത്തെ ഉണ്ട്. അതിൽ BJP വഴിവിട്ട് എല്ലാ മാർഗവും സ്വീകരിക്കും. അത് മുഖ്യമന്ത്രിയുടെ മകനെയോ മകളെയോ ഒക്കെ പറ്റി അവരന്വേഷിക്കും. മുഖ്യമന്ത്രി പറഞ്ഞ മകള് തുടങ്ങിയ കമ്പനി ഭാര്യയുടെ, അതായത് വീണ്ടും അമ്മയുടെ പെൻഷൻ പൈസ കൊണ്ടാണ് തുടങ്ങിയെന്നാണ് മുഖ്യമന്ത്രി. അത് പറഞ്ഞതിനകത്ത് അവർക്ക് തെളിവും വസ്തുതയും കാണുമല്ലോ, അല്ലെ ചുമ്മാ പറയൂ. നാളെ അങ്ങനെയാണെന്ന് അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ അങ്ങനെയാണ്, അതിന്റെ തെളിവെല്ലാം ഉണ്ടായിട്ടല്ലേ പറയുള്ളൂ. അല്ലാതെ ചുമ്മാ എന്തേലും വെടുവായി പറയാൻ പറ്റുമോ മുഖ്യമന്ത്രിക്ക്? സംഗതി ശരി തന്നെയായിരിക്കും, 100% അങ്ങനെ തന്നെയായിരിക്കും. ഇന്നലെ അൻവർ പറഞ്ഞ ഒരു കാര്യത്തിൽ മണിയാശാന്റെ അഭിപ്രായമാണ്. അൻവർ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് 150 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് പറയുന്നത്. ഇതുവരെ പാർട്ടി അത്തരത്തിലൊരു കാര്യങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് ഇന്ന് വരെ കേട്ടിട്ടില്ല. അൻവർ പറഞ്ഞൊരു കാര്യമാണ്. അതെന്താ വസ്തുത അദ്ദേഹം വെളിപ്പെടുത്തണ്ടേ? എനിക്കതേപ്പറ്റി പറയാൻ. അല്ല, അത്രയും വലിയൊരു ആരോപണം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ മണിയാശാനൊക്കെ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെയാണ്, മുൻ മന്ത്രിയാണ്, പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന മണിയാശാനെ. അതെ, അൻവറിനെ ഒന്നും ഞങ്ങൾക്ക് പാർട്ടിക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമോ? അദ്ദേഹം സ്വതന്ത്ര വ്യക്തിയല്ലേ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വസ്തുത ഉണ്ടായിട്ട് പറഞ്ഞതാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പുള്ളിയോട് അതേപ്പറ്റി സംസാരിച്ചുമില്ല. സംസാരിച്ചിട്ടായിരുന്നേ എനിക്ക് അത് സംബന്ധിച്ച വല്ല വിവരവും കിട്ടിയിരുന്നെങ്കിൽ അത് വെച്ച് ഞാൻ പറഞ്ഞിരുന്നു. അല്ല, ആരോപണം വലിയൊരു ആരോപണമാണ്. അത് ആരോപണം വലുതാണ്. അത് പാർട്ടിയെ വരെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കാണുകയും ചെയ്യില്ല മണിയാശാൻ. പാർട്ടിക്കൊന്നും ബാധിക്കുകയില്ല. വഴിയെ പോകുന്നതിന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പാർട്ടിയെ എന്നാ ബാധിക്കാതെ. പാർട്ടിയുടെ MLA അല്ലേ? പാർട്ടിയുടെ MLA അല്ലേ? ആയിക്കോട്ടെ എന്നോർത്ത്
എന്നോർത്ത് അയാൾ പറഞ്ഞെങ്കിൽ അയാൾ ഉത്തരം അതിനുള്ള ന്യായങ്ങൾ നിരത്തണം. മുഖ്യമന്ത്രി വരെ ഇരിക്കുന്ന നിയമസഭയിലാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, നീ ഇതുവരെ തെളിവുകൾ നിരത്തിയിട്ടില്ല. അതൊക്കെ ഇനി ഭാവിയിൽ തെളിവ് നിരത്തട്ടെ പുള്ളി ഉണ്ടെങ്കിൽ. അല്ലാതെ പിന്നെ അതേപ്പറ്റി എന്ത് പറയാം? അയാൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ വല്ലതും കാണുമായിരിക്കും. അതേപ്പറ്റി ഇപ്പൊ എന്തായാലും എനിക്ക് പറയാൻ കഴിയില്ല. അല്ല, അതിനെക്കുറിച്ച് ഒരു നിയമസഭ കഴിഞ്ഞിട്ടാണെങ്കിലും മണിയാശാൻ ഉൾപ്പെടെ ഉൾപ്പെടെ ഒരു ചർച്ച നടന്നിട്ട് ഇതെന്താണ് അതേപ്പറ്റി ചർച്ചയും ആദ്യം അതേപ്പറ്റി ഒരാൾ സംസാരിക്കുന്നത് നിങ്ങളാണ് ഇപ്പം. കാരണം നിയമസഭയിൽ നിങ്ങൾ ഇറങ്ങിയല്ലേ ഉള്ളൂ. അവിടെ ഇതൊന്നും ചർച്ചയല്ലല്ലോ ഞങ്ങൾ നടത്തുന്നത്. അതിന്റെ കാര്യമൊക്കെ ഇനി വസ്തുതകൾ ഭാവിയിൽ വെളിയിൽ വരട്ടെ, അന്നേരം എന്താണെന്ന് നമുക്ക് പ്രതികരിക്കാം. അതാ ശരി. അവിടെയുമുള്ള ഒരു പ്രശ്നം മണിയാശാനെ ഞാൻ കാണുന്നത്, താങ്കളെ പോലുള്ള ഒരു സീനിയർ നേതാവ് മുഖ്യമന്ത്രി ഇരിക്കുന്നു, എത്രയോ സീനിയർ നേതാക്കൾ ഇരിക്കുമ്പോൾ 150 കോടി രൂപയുടെ ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെയാണ് LDFന്റെ ഒരു MLA ആരോപിച്ചത്. അത് LDFന്റെ MLA ആണെന്ന് പറഞ്ഞാൽ അതാരെ എന്താ പുള്ളിയും പാർട്ടിയുമായിട്ടുള്ള ബന്ധം എന്താ ഇതെല്ലാം നോക്കി അതിനെപ്പറ്റി പറയാൻ പറ്റും. പുള്ളിക്ക് എന്തെങ്കിലും വസ്തുത ഉണ്ടോ ഇല്ലോ ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അന്വേഷിക്കാതെ അതേപ്പറ്റി എന്തെങ്കിലും കയറി പറയാൻ കൊള്ളില്ല. അപ്പൊ അതിന്റെ തെളിവുകൾ സഹിതം വരേണ്ടതായി വരും. പിന്നെ അത് പാർട്ടിക്ക് മുമ്പിലും വരേണ്ടതായി വരും. അതോ ഇല്ലല്ലോ, പാർട്ടിക്ക് മുമ്പിൽ അല്ലെങ്കിലും നാട്ടിലെ മുമ്പിലും പറയണമല്ലോ. അതിനകത്തുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടാകാനോ വഴിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ചുമ്മാതൊന്നും ഇല്ലാതെ വെടുവായി അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ പറയുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇതിനു മുമ്പും പലതും അൻവർ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പും പലതും പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിൽ പിന്നെ അൻവർ അതിന് ഉത്തരം പറയേണ്ടതായി വരുള്ളൂ. പിന്നെ അല്ലാണ്ട് ഇപ്പം നമുക്കിപ്പോ എന്നാ പറയാ? ഞാൻ എന്തേലും വിടുവായി ഉത്തരം പറഞ്ഞാൽ പിന്നെ ഞാൻ ഉത്തരം പറയല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് പറയാനാ? വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലേ? ഞാൻ എന്തേലും അതും പറഞ്ഞെങ്കിൽ എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ഉത്തരം പറയേണ്ടി വരും. ഞാൻ പാർട്ടി പ്രവർത്തകനായതുകൊണ്ട്. പക്ഷെ ഞാൻ അതിന് ഉത്തരം പാർട്ടിയുടെ മുമ്പിലും പറയേണ്ടി വരും. അൻവറിനോ? അൻവർ പാർട്ടിയിൽ എന്താ സാധനമൊന്നും എനിക്കറിയില്ല. സ്വതന്ത്രനായിട്ടാണോ നോക്കണം, അന്വേഷിക്കാൻ. എനിക്കും അതിനെ കുറിച്ച് ഒരു പെട്ടെന്നൊരു ഐഡിയ കിട്ടാത്തോണ്ടാണ് തോന്നുന്നൊരു സ്വതന്ത്രനാണെന്നാ തോന്നുന്നു. LDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു. പാർട്ടി മെമ്പർ അല്ല എന്നാണ് തോന്നുന്നത്. അല്ലേ? അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അതേപ്പറ്റി അങ്ങനെയാണെങ്കിൽ പാർട്ടിയുടെ മുമ്പിലും സമാധാനം പറയേണ്ടവർ ഇതിന്റെ തെളിവുകൾ. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ അയാൾക്ക് അത് സംബന്ധിച്ച് എന്തെങ്കിലും വസ്തുതകളില്ലാതെ ചുമ്മാ അങ്ങനെ കയറി പറയൂ. നിയമസഭ രേഖയിൽ വേണമെന്നാണ് പുള്ളി ആവശ്യപ്പെട്ടേക്കണം. ആരാ ആവശ്യപ്പെട്ട്? അൻവർ എഴുതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണിയാശാൻ ഒരു ശത്രു ഉണ്ടെന്ന് പറഞ്ഞാൽ ആരായിരിക്കും ശത്രു? ശത്രുവോ? എനിക്ക് ഒരു ശത്രുവില്ല. ഉറപ്പാണോ? എന്ത് ശത്രു? വരുന്നതിന്റെ അടിസ്ഥാനത്തിലാ. നീ എന്നെ ഉപദേശിച്ചാൽ ഞാൻ നിന്നെ കിട്ട് തല്ലും. ഉറപ്പാണ്. അതിന് മാറ്റമൊന്നുമില്ല. അത് മാറ്റമില്ല. ശത്രു ഉള്ളതായിട്ട് നമ്മൾ കൂടുതൽ മണിയാശാനെ കൈവച്ചാൽ മണിയാശാൻ തിരിച്ചു കൈവയ്ക്കും. സ്ഥിരം ശത്രുവും സ്ഥിരം മിത്രവും ഇല്ല. പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശത്രുക്കളുണ്ടാവുന്നു, മിത്രങ്ങളുണ്ടാവുന്നു. മിത്രങ്ങളും അതെ. എന്നാൽ എനിക്ക് ആരോടും പ്രത്യേക വിരോധമില്ല. എല്ലാവരോടും സ്നേഹമേ ഉള്ളൂ. അത് മറ്റു രാഷ്ട്രീയക്കാരോടും എല്ലാം അങ്ങനെ തന്നെ പെരുമാറുക. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഏറ്റവും പ്രണയം ആരോടാ? പ്രണയോ? പ്രണയം എൻ്റെ ഭാര്യയോട്. പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. ആദ്യം പ്രണയിച്ചും ഭാര്യനെയായിരുന്നു കല്യാണത്തിന് മുമ്പ്. അതൊക്കെ പഴയ കഥയല്ലേ. പ്രണയിച്ചിട്ടുണ്ടോ? പിന്നെ അതെല്ലാം. എത്ര പ്രണയം? ഒരു പ്രണയം. ഓർണം. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോ? അത് കൊച്ചിലെ മാറുള്ളൂ. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോ? അത് ഞാൻ പഠിത്തം കഴിഞ്ഞാണല്ലോ ഇവിടെ വന്നത്. നമ്മുടെ ഇടുക്കിയിൽ വരുമ്പോഴാണ് പ്രണയിക്കുന്നത്. അവിടെ നടന്നില്ല പ്രണയം? അവിടെ ഇല്ല. ഇടുക്കി വന്നിട്ട് വീട്ടിന്റെ അടുത്ത് പ്രണയിച്ചു. പ്രണയം ഉണ്ടായിരുന്നു. എത്ര നാൾ കൊണ്ട് നടന്നു? നടന്നില്ല. അത് അല്ല, എത്ര നാള് പ്രണയിച്ചു നടന്നു? അത് കുറെ നാളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്നു. ആ പെണ്ണും മനസ്സിലൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നടന്നു. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും പറഞ്ഞില്ല ഇഷ്ടമാന്ന് പോലും? അല്ല, അവർക്കറിയാമായിരുന്നു എനിക്ക് ഇഷ്ടമാണെന്നും അവർക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കും അറിയാമായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചത്? അത് അവര് അന്നത്തെ എൻ്റെ ഒരു കപ്പാസിറ്റി, എൻ്റെ സിറ്റുവേഷൻ, എൻ്റെ കുടുംബ പശ്ചാത്തലവും അവര് നമ്മളെ കഴിഞ്ഞ് വളരെ ഉയർന്ന കുടുംബ പശ്ചാത്തലമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അതങ്ങ് ശരിയാകാതെ പോയത്. സ്വയം വേണ്ടെന്ന് വെച്ചാൽ നിങ്ങള്? അതും ഇല്ല, അവര് വേറെ കല്യാണം കഴിച്ചൊക്കെ പോയി. അവരെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് മണിയാശാൻ കല്യാണം കഴിച്ചത്? അല്ല, അതിന് മുമ്പ് ഞാൻ കല്യാണം കഴിച്ചു. അപ്പൊ മണിയാശാനല്ല പറ്റിച്ചത്? അല്ല, അങ്ങനെ പറ്റിച്ചതല്ല. അത് എനിക്ക് എന്റെ ഇഷ്ടം ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. പെണ്ണിന് ഇഷ്ടമാണ് എനിക്ക്. അവരതേപ്പറ്റി അച്ഛനെ അവരോട് അന്വേഷിച്ചു.
അവര് നമ്മുടെ ആകുന്ന ബന്ധുക്കളാണ്. ആ അപ്പൊ അവര് അന്നത്തെ നിലയിൽ ഞങ്ങളെ കഴിഞ്ഞും കുറെ കൂടെ ഉയർന്ന തലത്തിലാണ്, സാമ്പത്തികമായിട്ട്, സാമ്പത്തികമായും കുടുംബപരമായും. അതെ. അച്ഛൻ വഴിയാണ് ബന്ധു, അമ്മ വഴിയാണ് ബന്ധു. ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ കുടുംബമായിരുന്നില്ല. ഞങ്ങൾ ഒറ്റപ്പെട്ടല്ലേ ഇങ്ങനെ പോകുന്നത്. കിടങ്ങൂര് വന്ന്, കിടങ്ങൂരെന്നല്ലേ അങ്ങോട്ട് പോകുന്നു. വന്നപ്പോ അവിടെ ഞങ്ങളുടെ ഒരു കുടുംബമേ ഉള്ളൂ. ബാക്കി ഈ പെണ്ണിന്റെ കുടുംബം വലിയ ഒരുപാട് കുടുംബമായിട്ട് നിൽക്കുന്നവരാണ്. എനിക്ക് കല്യാണം ആലോചിച്ചപ്പോ അച്ഛനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് തന്നെ ഒരു ഇഷ്ടമായിരുന്നു പെണ്ണിനും. അച്ഛൻ അവരോട് ബന്ധപ്പെട്ടപ്പോ അവർക്ക് താല്പര്യമില്ല, വീട്ടുകാർക്ക്. എനിക്ക് കല്യാണം ആലോചിച്ചപ്പോഴാണ് ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു എനിക്ക് എനിക്കൊരു ഇഷ്ടമുള്ള പെണ്ണുണ്ടെന്ന്. അവരാലോചിച്ച് ബന്ധപ്പെട്ടപ്പോഴത്തേനും അവർക്ക് താല്പര്യമില്ല. അപ്പൊ ഞാനിങ്ങനെ ഒന്നും ആവുന്നൊന്നും അവരൊന്നും ധരിച്ചില്ലല്ലോ. നമ്മള് മന്ത്രിയാവുന്നൊന്നും അവര് ധരിച്ചില്ല. മന്ത്രിയാവുന്നോ ഇങ്ങനെ ആവുന്നൊന്നും അവര് ധരിച്ചില്ല. അവർക്കത് അവര് വലിയ കുടുംബക്കാരാണ് ഞങ്ങളെ വെച്ച് നോക്കുമ്പോൾ. അവർക്ക് താല്പര്യക്കേടാണ്. അച്ഛൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ അച്ഛനൊക്കെ ഇഷ്ടമുള്ള ഏതാന്ന് ആലോചിച്ചു. കാതുകുത്തിയും പോയാൽ കടുക്കനിട്ടം വരും. കാതുകുത്തിയും പോയാൽ കടുക്കനിട്ടം വരും എന്നൊരു ചൊല്ലുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് അങ്ങനെയാണ് ഇപ്പോഴത്തെ പെണ്ണുമ്പിള്ളെ കല്യാണം കഴിച്ചത്. അത് ഈ ആദ്യം മണിയാശാൻ അല്ല കല്യാണം കഴിച്ചത്, ആ പ്രണയം ഉണ്ടെങ്കിലും ആദ്യം മണിയാശാൻ കഴിച്ചിട്ട് ശേഷമാണോ ആ പെൺകുട്ടി കല്യാണം കഴിച്ചത്? അതെ. ആ വാശിക്കാണോ ആദ്യം കഴിച്ചത്? ആ വാശിയൊന്നുമില്ല, അവർക്ക് അതിൽ താല്പര്യമില്ലെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു. അച്ഛനും അമ്മയൊക്കെ കുടുംബക്കാരാലോചിച്ച് അവരുമായി ബന്ധപ്പെട്ടപ്പം ഞാനിപ്പോ അന്നത്തെ നിലയിൽ ഇങ്ങനെയൊക്കെ ആവുന്നൊന്നും അവർക്കറിയില്ലല്ലോ. അത് ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു നിങ്ങൾ തമ്മിൽ? പിന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യും? പിന്നെ സിനിമയ്ക്കെല്ലാം പോയിട്ട് അടുത്ത അതൊന്നുമില്ല, അവർക്ക് അടുത്താണ്. ഇടത്തരം കുടുംബക്കാരായിരുന്നു. ഇടയ്ക്ക് കാണും, സംസാരിക്കും, അതൊക്കെ ഉണ്ട്. അവർക്ക് എന്നെ ഇഷ്ടമായിരുന്നു, അതൊക്കെയായിരുന്നു. പെണ്ണിന് പക്ഷെ അവിടെ കുടുംബക്കാർക്ക് നമ്മളെ തന്നെ ഇഷ്ടമല്ലേ. നമ്മളൊരു പുച്ഛം. കുടുംബക്കാർക്ക് അച്ഛൻ ആലോചിച്ചത് കഴിഞ്ഞപ്പോൾ അവർക്ക് അത്ര താല്പര്യമില്ല. അവര് ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഉയർന്ന കാര്യം ബന്ധുക്കളാണേലും ഉയർന്ന. ആ ബന്ധുക്കൾ എന്ന് വെച്ചാൽ അച്ഛൻ വഴിയാണ് അമ്മ വഴിയാണ് ബന്ധം? അച്ഛൻ വഴിയാ അല്ലേ? എങ്കിലും അവർക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് ഇന്നത്തെ നിലയിലുള്ള പദവി ഇല്ലല്ലോ ഒന്നും. അന്ന് എത്രാം വയസ്സിലാ പ്രണയം? അത് ചെറുപ്പം മുതലുള്ള. അല്ല, ഈ കല്യാണം ആലോചിക്കുന്ന എത്രാമത്തെ വയസ്സ്? ഒരു 20 വയസ്സ്. 20 വയസ്സ്. അപ്പൊ ചെറുപ്പം തൊട്ട് 20 വയസ്സ് വരെ കൊണ്ടുവിടുന്നോ പ്രണയം? അപ്പൊ 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് 5ാം ക്ലാസ് ഇവിടുന്ന് 5ാം ക്ലാസ് പഠിക്കുന്നത് കിടങ്ങൂരല്ലേ? അതെ, അവിടുന്ന് അങ്ങ് പോയത്. അവിടുന്ന് പോയത്. അപ്പം അവിടുന്ന് പോയി 5ാം ക്ലാസ് എന്ന് പറയുമ്പോ അന്നത്തെ 6, 5, 11 വയസ്സ്. 11 വയസ്സ് 11 വയസ്സ് 12ാം വയസ്സിൽ അവിടെ എത്തി. 12ാം വയസ്സിൽ പ്രണയം തുടങ്ങി. 12ാം വയസ്സ് മുതൽ തോന്നി എനിക്ക് ഇത് കറുത്തതായിരുന്നു എന്നെ പോലെ കൊച്ചു. ഈ പെണ്ണെ കറുത്തതായിരുന്നു. അതുകൊണ്ട് അതിന് എനിക്ക് പെണ്ണെന്തായിരുന്നു? കറുത്ത പെണ്ണായിരുന്നു. കറുത്ത പെണ്ണ്. എന്നെ അതിനും ഇഷ്ടമായിരുന്നു കാര്യമൊക്കെ. പക്ഷെ അവരുടെ കുടുംബക്കാർക്ക് താല്പര്യമില്ലായിരുന്നു. കറുപ്പിനോടുള്ള ഇഷ്ടവും പെണ്ണിനോടുള്ള ഇഷ്ടവും അല്ല, അവർക്കതല്ല. നമ്മൾ നോക്കിയപ്പോ നമ്മള് അങ്ങനെ അവര് വലിയ കുടുംബമൊക്കെയാണ്. അപ്പൊ ഈ അച്ഛൻ പോയി ചോദിച്ച് വേണ്ട എന്ന് പറഞ്ഞപ്പോ പിന്നെ പെണ്ണിന്റെ അടുത്ത് സംസാരിച്ചു? ഞാൻ പിന്നെ സംസാരിക്കാൻ പോയില്ല. അവരിൽ നിന്ന് അങ്ങനെ വന്നപ്പോ പിന്നെ നമ്മൾ വിളിച്ചുകൊണ്ട് ഇന്നത്തെ കണ്ടീഷനെ വിളിച്ചുകൊണ്ടൊന്ന് രജിസ്റ്റർ ചെയ്യും ഞാൻ. അന്ന് അങ്ങനെയൊന്നും ചെയ്യാനുള്ള ഇതില്ല. ഇന്നത്തെ കണ്ടീഷനാണ് പാർട്ടി സഖാക്കൾ ഉൾപ്പെടെ ഇരിക്കും നമുക്ക്, അല്ലേ? നമ്മൾ കൊണ്ടുവന്ന കല്യാണം രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് പാർട്ടി ഓഫീസിലാണെങ്കിൽ താമസിക്കും. പിന്നെ ഇന്നത്തെ കാലത്ത് അത് നടക്കുന്നുണ്ട്, അന്നൊന്നും നടക്കുന്നില്ലോ. അതൊന്നും അങ്ങനെ സങ്കടം വന്നിരുന്ന മണിയാശാന് കിട്ടാതെ വന്നപ്പോ? പിന്നെ അതൊക്കെ കരഞ്ഞൊന്നുമില്ല. ഇതെല്ലാം ചേർത്തിട്ട് നിങ്ങള് അല്ല, ഞാൻ കാര്യം ചോദിച്ചേ. എനിക്ക് വലിയ വിഷമം തോന്നിയിരുന്നു. വിഷമം തോന്നിയിട്ടുണ്ട് അല്ലേ? ആ പെൺകുട്ടിക്കും വലിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ കുടുംബക്കാർക്ക് താല്പര്യമില്ലാതെ. ഇതൊക്കെ ഇപ്പോഴത്തെ വൈഫിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? അവർക്കറിയാം. അറിയോ? കല്യാണം കഴിഞ്ഞോണ്ടാ പറഞ്ഞു? പിന്നെ അതിന് മുമ്പ് തന്നെ അറിയാം അവർക്ക്. അതിന് മുമ്പ് എങ്ങനെ അറിയാണ്? അവന് അടുത്തല്ലേ. ഇവരെല്ലാരും അടുത്തടുത്തായിരുന്നു. പിന്നെ ഈ കല്യാണം ആലോചിച്ചു. ഇതും പ്രണയിക്കാൻ അവർക്ക് താല്പര്യമില്ല. എനിക്ക് ഇങ്ങനെ ഇഷ്ടമുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അച്ഛൻ അവരോട് അന്വേഷിച്ചപ്പം അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവർക്ക് താല്പര്യമില്ലടാ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്യും, എന്നാ പിന്നെ അച്ഛനും ഏതാന്ന് ആലോചിച്ചോളം പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ
പ്രിയ ഭാര്യനെ ആലോചിച്ചത്, ഒന്നും നോക്കിയില്ല. അതുകൊണ്ട് ഇപ്പൊ എന്ത് സ്വർഗത്തിൽ പോലെയല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? കുഴപ്പമൊന്നുമില്ല. അല്ല, നമ്മൾ വരാറുണ്ട്, വീട്ടിൽ വരുമ്പോ കാണണല്ലേ നിങ്ങളുടെ സ്നേഹവും കാര്യങ്ങളും. ഇവിടെ വരുമ്പോ തന്നെ ഒരു ഫോട്ടോ ഇരിക്കണ കാണണ ഞങ്ങൾ കണ്ട ഫോട്ടോ. പാവവാ. ആ, തീർച്ചയായിട്ടും അതിനും വേണ്ട ഒരു ഭാഗ്യം അല്ലേ? നമ്മുടെ അച്ഛനെയും അമ്മനെയും ധിക്കരിച്ചു പോയില്ലല്ലോ. ഇല്ല, അത് ധിക്കരിച്ചില്ല. തന്നെയല്ല, ഇന്നത്തെ നിലയാണ് വേണേ നമുക്ക് വിളിച്ച് അവിടെ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ അതിനൊന്നും ഞാൻ പോയില്ല. അവർക്ക് വേണ്ട, അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോട്ടെ. ഞാൻ ഇന്നത്തെ നിലയിലാകുമെന്നൊന്നും കണ്ടോണ്ടുമല്ല, പോട്ടെ, പോയത് പോയി. അപ്പൊ അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, മേഡം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആലോചിച്ചു, അവരിഷ്ടമുള്ളതാണ് ഇത്. അതെ. അത് നമ്മുടെ ഏറ്റവും അടുത്ത ആളാക്കി മാറ്റി. എന്തായാലും മണിയാശൻ ഒത്തിരി നേരം സംസാരിച്ചു, നമ്മൾ കുറെ കാര്യം സംസാരിച്ചു എന്ന് എനിക്ക് തോന്നണം. ഒത്തിരി സന്തോഷം. മണിയാശൻ ഈ പ്രണയമൊക്കെ തുറന്നു പറയുമ്പോഴാണ്, ആ മുഖത്ത് ചിരിയൊക്കെ കാണുമ്പോഴാണ് പഴയ കാലത്തിലേക്ക് അങ്ങ് പോകുന്നുണ്ട് മണിയാശൻ അല്ലേ? എന്നും ചെറുപ്പമായിട്ട് ഇരിക്കാണല്ലോ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. മനുഷ്യനെ ഈ വിധത്തിൽ ആണാണല്ലേ പെണ്ണാണേലും ചിലപ്പം ആരോടേലും ഒരു ഇഷ്ടം തോന്നായില്ല. അതെ. അങ്ങനെ തോന്നാത്തവര് അപൂർവമായേ കാണുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീയും പുരുഷനും ആകുമ്പം തമാശല്ല, അപൂർവമായി ഇല്ലെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ സ്വാഭാവികമായ ഒരു ഇഷ്ടം തോന്നും ഒരു പെണ്ണിന് ചെറുക്കനൊരു ചെറുപ്പക്കാരന് ഒരു പെണ്ണിനോട്. ഈ സ്വാഭാവിക ഇപ്പം ലോകത്ത് നടക്കുന്നതല്ലേ. പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നിടത്തൊന്നെല്ലാം മാറി ഇപ്പോഴാണ് ഞാൻ പിടിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യും. ഒന്നും നോക്കൂല. അന്ന് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. PC ജോർജ് BJP-യിലേക്ക് പോയേക്കാണ്. BJP മഹാത്മാഗാന്ധിയെ കൊല്ലാൻ തീരുമാനിച്ച് കൊന്ന അത് അയാളെ ചുമ്മാ വിട്ടിട്ട് 5 സീറ്റ് കിട്ടുമെന്നൊക്കെ ബഡായി പറയുന്നതാണ്. അദ്ദേഹം കുറെ അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇനി കൂടുതൽ അവരെ പറ്റി പറയാനില്ലല്ലോ. പറയുമ്പം ഗാന്ധിജിയുടെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളോടൊന്നും എല്ലാവർക്കും യോജിക്കാനൊന്നും പറ്റത്തില്ല. സുരേഷ് ഗോപി ജയിക്കുമോ തൃശ്ശൂര്? തുണി മേടിക്കാൻ കാശില്ലാത്തവൻ്റെ അടുത്ത്, തലചായ്ക്കാൻ ഇടമില്ലാത്തവൻ്റെ അടുത്ത്, സ്വന്തമായി വീടില്ലാത്തവൻ്റെ അടുത്ത് ശ്രീരാമന്റെയും സീതയുടെയും കാര്യം പറഞ്ഞിട്ട് രക്ഷയുണ്ടോ? ആ ഒരു സാഹചര്യം അല്ലല്ലോ മണിയാശാനി. എന്ത് സാഹചര്യം? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇദ്ദേഹം വ്യക്തിപരമായി മണിയാശാനോട് പറഞ്ഞേക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഒരു പ്രസംഗം വന്ന് വിവാദം വന്നപ്പോൾ അത് പിന്നെ അതുകൊണ്ട് ഇപ്പം ജീവിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗ് ഞങ്ങളുടെ കൂടെ നിന്നാൽ അവരെ ചെറുക്കുന്ന കാര്യത്തിലും വിഷമം വരും.